അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്നാ നമുക്ക് ഇന്നത്തെ അറബിക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു അക്ഷരം പഠിച്ചല്ലോ. ഏതായിരുന്നു? ത്വാ. ഒന്ന് പറഞ്ഞേ, ത്വാ. ഓക്കെ, ഓർക്കുന്നില്ലേ? അത് എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിച്ചത്? എങ്ങനെ എഴുതാം? ഇതല്ലേ ത്വാ? ഇതല്ലേ ത്വാ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്വാ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആയിട്ടുള്ള ള. ഒന്ന് പറഞ്ഞേ, ള. ഒന്ന് പറഞ്ഞേ, ള. ഒന്ന് പറഞ്ഞേ, ള. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, ള. ത്വാ എഴുതുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഓ എന്ന അക്ഷരത്തിനുള്ളൂ. അത് എന്താ നോക്കിയാലോ? ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇത് ത്വാ, ഇത് ത്വാ. ഇതിന്റെ ഇവിടെ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു പുള്ളിട്ട് കൊടുത്താൽ എന്തായി? ലോ. എന്തായി? ലോ. ഓക്കെ, എളുപ്പല്ലേ? എങ്ങനെ എഴുതാ? ത്വാ എഴുതാ. ആദ്യം ത്വാ എഴുതാ, എന്നിട്ട് ഒരു കുത്ത് കൊടുത്താൽ എന്താ? ലോ. പുള്ളിയില്ലാത്ത ത്വാ, പുള്ളിയുള്ളത് ലോ. ഓക്കെ, ലോ എഴുതാൻ പഠിച്ചില്ലേ? എങ്ങനെ എഴുതാ? ത്വാ എഴുതാ, എന്നിട്ടൊരു കുത്തിട്ട് കൊടുത്താൽ എന്തായി? ലോ. എല്ലാവർക്കും ഈ സ്ലേറ്റിൽ ലോ ഒന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി നമുക്ക് ലോ വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ ചിത്രം കാണിച്ചു തരട്ടെ. ഓക്കെ, ഇതാരാണ്? മാൻ. വെരി ഗുഡ്. ഈ മാന് ലോ വെച്ചിട്ട് അറബിക്കിൽ ഒരു പേര് പറയും. എന്താണെന്നറിയോ? ലബിയുൻ. 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 ഒന്ന് പറഞ്ഞേ, ലബിയുൻ. ഒന്നുകൂടെ പറഞ്ഞേ, ലബിയുൻ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, ലബിയുൻ. ഒന്നുകൂടെ പറഞ്ഞേ, ലബിയുൻ. എന്താ പറയാ? ലബിയുൻ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ലബിയുൻ. 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 ഓക്കെ, ഞാൻ ലബിയുൻ ബോർഡിലൊന്ന് ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇന്ന് നമ്മൾ ഏത് അക്ഷരം പഠിച്ചത്? ഓ എന്ന് പറഞ്ഞേ, ലോ. എങ്ങനെ എഴുതുക? ത്വാ എഴുതുക, അതിനൊരു കുത്ത്, മുകളിൽ ഒരു കുത്ത് കൊടുത്താൽ എന്തായി? ലോ. എളുപ്പല്ലേ? ലോ വെച്ചിട്ട് എന്ത് പഠിച്ചു? ലബിയുൻ. 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 ലബിയുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മാനിനാണ് ലബിയുൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ലോഇന് ഫതഹ്, കസ്ർ, ലമ്മ, സുകൂന് അതൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയാലോ? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ഇതേതാ? ലോ. ഒന്ന് പറഞ്ഞേ, ലോ. ഓക്കെ, ലോഇന് ഫതഹ് കൊടുത്താൽ ള. ലോഇന് ഫതഹ് കൊടുത്താൽ ള. ഓക്കെ, ഇനി ലോഇന് കസ്ർ കൊടുത്താൽ ഉയ്. ലോഇന് കസ്ർ കൊടുത്താൽ ഉയ്. ഓക്കെ, ഇനി ലോഇന് ലമ്മ കൊടുത്താൽ ലു. ലോഇന് ലമ്മ കൊടുത്താൽ ലു. ഇനി ലോഇന് സുകൂന് കൊടുത്താൽ ലു. ലോ, ലു, ലുയ്, ലു, ലു, ലോ, ലുയ്, ലു, ലു. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ? ലോ. ഏതക്ഷരം? ലോ. ഒന്ന് പറഞ്ഞേ, ലോ. ഓക്കെ, ലോ, ലുയ്, ലു, ലു. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? ലോ. എന്താ പഠിച്ചേ? ലോ. ഒന്ന് പറഞ്ഞേ, ലോ. ലോ വെച്ചിട്ട് എന്ത് പഠിച്ചു? ലബിയുൻ. ഒന്ന് പറഞ്ഞേ, ലബിയുൻ. അതെങ്ങനെ എഴുതാൻ നോക്കിയാലോ? നമുക്ക് ലബിയുൻ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോ ആദ്യം ലോ എന്ന് പറയുന്ന അക്ഷരം എഴുതി. ഇത് ലോ. ലോ എന്നാവണമെങ്കിൽ ഫതഹ് കൊടുത്തു. ഇപ്പൊ എന്തായി? ലോ. ലോ. ലബിയുൻ എന്നാണ്. അപ്പൊ ഇനി ബ എന്നാണ് വരുന്നത്. ബ എന്ന് പറയുമ്പോ ബ എഴുതി ബ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ? സുകൂന് കൊടുത്തു. ഇപ്പൊ എന്തായി? ലോബ്. ഇപ്പൊ എന്തായി? ലോബ്. ലോബ് എന്നായി. ലോബ് യുൻ. യുൻ എന്ന് പറയുമ്പോ യാ എഴുതി. എന്നിട്ട് ലോബിയുൻ എന്ന് പറയുമ്പോ തൻവീൻ ലമ്മ. തൻവീൻ ലമ്മ. ഇപ്പൊ എന്താ വായിക്കുക? ലോബിയുൻ. ഒന്ന് വായിച്ചേ, ലോബിയുൻ. 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 ഒന്ന് കൂട്ടി വായിച്ചേ, ലോബിയുൻ.
ഓ എഴുതി ഫതഹ ഇട്ടു, ബഇന് സുകൂന് കൊടുത്തു, യഇന് തൻവീൻ ലമ്മ കൊടുത്തു. അപ്പൊ എന്തായി വബിയുൻ. ഒന്ന് വായിച്ചേ, വബിയുൻ. ഓക്കേ, ഇന്ന് നമ്മൾ ഏതക്ഷരാ പഠിച്ചെന്ന് പറഞ്ഞേ? ള. ഒന്ന് പറഞ്ഞേ ള. ഒന്ന് പറഞ്ഞേ ള. ഓക്കേ, അത് എങ്ങനെയാണ് എഴുതുക? വെരി ഗുഡ്. ത്വ എഴുതിയിട്ട് ഒരു കുത്തു കൊടുത്താൽ എന്തായി? ള വെച്ചിട്ട് എന്ത് പഠിച്ചു? ലബിയുൻ. എന്ത് പഠിച്ചു? ലബിയുൻ. ഒന്ന് പറഞ്ഞേ ലബിയുൻ. ലബിയുൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ മാനിനാണ് ലബിയുൻ പറയാ. ഓക്കെ, അതെങ്ങനെ എഴുതുക? ലോ എഴുതി ഫതഹ കൊടുത്തു, ബഇന് സുകൂന് കൊടുത്തു, യഇന് തൻവീൻ ലമ്മ കൊടുത്താൽ എന്തായി? ലബിയുൻ. ലബിയുൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി എല്ലാവരും അറബിക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതില് പേജ് നമ്പർ 5 കണ്ടോ? മുകളിൽ ഒരു അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ലോ. ഒന്ന് പറഞ്ഞേ ലോ. ഒന്ന് പറഞ്ഞേ ലോ. ലോ വെച്ചിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. ആരാണത്? ലബിയുൻ. ഒന്ന് പറഞ്ഞേ ലബിയുൻ. ഒന്നുകൂടെ പറഞ്ഞേ ലബിയുൻ. ഓക്കെ, ഇവിടെ ഒരു ലബിയുൻ ചിത്രം കളർ ചെയ്യാനുണ്ട്. അത് നിങ്ങളൊന്ന് കളർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിന് താഴെ ലോ, ഉയ്, ഉ, ഉ ഈ അക്ഷരങ്ങളും നിങ്ങളൊന്ന് കളർ ചെയ്യാം. ഓക്കെ, പിന്നെ താഴെ എഴുതാനുണ്ട് ലബിയുൻ. അത് നിങ്ങൾ അതുപോലെ നോക്കി താഴേക്കൊന്ന് എഴുതുക. ഓക്കെ, ആദ്യം നിങ്ങൾ സ്ലേറ്റിൽ എഴുതാം. ലോ സ്ലേറ്റിൽ എഴുതി പഠിക്കുക. ലബിയുൻ സ്ലേറ്റിൽ ഒന്ന് ആദ്യം എഴുതി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.